മിസ്സേ, എങ്ങനെ നന്ദി പറയണ്ടേന്ന് അറിയില്ല. ക്ലാസ്സുകളൊക്കെ നല്ല ക്ലാസ്സുകളായിരുന്നു. ലൈവും റെക്കോർഡ് സെക്ഷൻ, നോട്ട് എല്ലാം പക്കയായിരുന്നു. ലൈവൊക്കെ കുറേ പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടപ്പോൾ അത് മിസ്സിൻ്റെ വോയിസ് ആണെങ്കിൽ നമുക്കിങ്ങനെ ക്ലാസ് റൂമിലൊക്കെ എക്സാം ഹോളിൽ ഇരുന്ന് കഴിഞ്ഞപ്പോഴൊക്കെ ഭയങ്കരമായിട്ട് അത് യൂസ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ എന്താ, മിസ് അങ്ങനെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പഠിപ്പിച്ചേക്കണേ. ഞാൻ കുട്ടിയുണ്ട്, അവന് 1 വയസ്സാവണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവനും പിന്നെ വീട്ടിൽ അത്യാവശ്യം പണിയും ഒപ്പം തന്നെയാണ് ക്ലാസ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്രാവശ്യം സെറ്റ് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഓൺലൈനായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്തായിരുന്നത്. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലായിരുന്നു മിസ് ക്ലാസ് പ്രൊവൈഡ് ചെയ്തായിരുന്നത്. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ മിസ് ഭയങ്കരമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് നമ്മളെയൊക്കെ ഓരോരുത്തരെയും പഠിപ്പിച്ച് ക്ലാസ്സുകൾ 4 മണിക്കൊക്കെ ലൈവൊക്കെ വന്ന്, പിന്നെ വാട്സപ്പിലാണെങ്കിലും ഓരോ കാര്യങ്ങൾ ഡൗട്ടോ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അപ്പം തന്നെ നമുക്ക് സ്പോട്ടിന് തന്നെ റിപ്ലൈ ഒക്കെ തന്നായിരുന്നു. എങ്ങനെയാണെന്നറിയില്ല, ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു ക്ലാസ്സൊക്കെ. നോട്ട് PDF ആയിട്ടും പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറായിട്ടും എല്ലാം പ്രൊവൈഡ് ചെയ്തായിരുന്നല്ലോ. എല്ലാ ലെവലും നമ്മൾ ഇത് ചെയ്തായിരുന്നു. പിന്നെ ഞാൻ ആദ്യമൊക്കെ എഴുതിക്കൊണ്ടിരുന്നത് സാധാ പഠിച്ച് ആണ് എഴുതിക്കൊണ്ടിരുന്നത്, സ്വയം പഠിച്ചിട്ട്. പക്ഷെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ മിസ്സിൻ്റെ അടുത്ത് നമ്മൾ കോച്ചിങ് എടുത്തതിന് ശേഷം അങ്ങനെ ചുമ്മാ വലിച്ചു വാരി പഠിക്കേണ്ട ഒരു ഇതുണ്ടായിരുന്നില്ല. ആ ഒരു എന്താ ചോദിക്കുന്ന ആ ഒരു ടോപ്പിക്സൊക്കെ അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന അതേ ടോപ്പിക് തന്നെയായിരുന്നു മിസ്. ആവശ്യമുള്ള ഭാഗം മാത്രമായിരുന്നു പഠിപ്പിക്കണമായിരുന്നത്. അതാരണം ഭയങ്കരമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് കാണുമ്പോഴാണെങ്കിലും പഠിച്ചേക്കുന്നത് വേഗം സ്പോട്ടിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറോടുള്ള ഒരു അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിരുന്നു. പിന്നെ നല്ല ക്ലാസ്സായിരുന്നു, ഒന്നും പറയാനില്ല അതിൽ. ഈ പ്രാവശ്യം പാസ്സായത് എന്താ, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. മിസ്സിൻ്റെ എല്ലാവിധ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. അപ്പോൾ എന്ന് ഞാൻ ഓർക്കും മിസ്സിനെ.